Know Your Land നാടറിയാം എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കും 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള ഏതാണെന്ന് അല്ലെ. കേരളത്തിന്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതാ ഈസി ആയിട്ട് അറിയുന്നതാണ് അല്ലെ. ആ 3 ഏതൊക്കെയാണ്? ഹൈ ലാൻഡ്, മിഡ് ലാൻഡ്, കോസ്റ്റൽ ലാൻഡ്. മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഒപ്പം തന്നെ നിങ്ങൾ എന്തുകൂടെ പഠിക്കണം? ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾ പഠിക്കണം അല്ലെ. 75 മീറ്റേഴ്സ് എബവ് സീ ലെവൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഹൈ ലാൻഡ് എന്നാണ് പറയുന്നത്. 75 മീറ്റേഴ്സ് എബവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈ ലാൻഡ് എന്താണ്? മലനാട് എന്നാണ് പറയുന്നത്. മലനാടിൽ എന്തൊക്കെയുണ്ട്? ഹിൽസ്, മൗണ്ടെയിൻസ്, പീക്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞതാണ് മലനാട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് മിഡ് ലാൻഡ്, ഇടനാട് എന്നാണ് അല്ലെ. 7.5 മീറ്റർ ടു 75 മീറ്റേഴ്സിനിടയിൽ 75 മീറ്റേഴ്സിന്റെയും 7.5 മീറ്റേഴ്സിന്റെയും ഇടയിലുള്ളതാണ് മിഡ് ലാൻഡ്, മലനാട് എന്ന് പറയുന്നത്. ഇനി മലനാടിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? യെസ്, ഇവിടെ ഹില്ലോക്സ് ഉണ്ട്, വാലീസ്, റിവർ ബാങ്ക്സ്, നദീതടങ്ങൾ, ചെറുകുന്നുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരാൾ കൂടി ഉണ്ട്, കോസ്റ്റൽ ഏരിയ ആണ്. ഇതിന്റെ കൂടെ പഠിക്കണം. ഇതെവിടെയാണ്? 7.5 മീറ്റേഴ്സ് എബവ് സീ ലെവൽ ആണ് അല്ലെ. യെസ്, ഈ ഒരു ലെവലിലുള്ളത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയുള്ളതാണ് നമ്മളുടെ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഒരു ലക്ഷദ്വീപ് സീ ഉണ്ടല്ലോ, ഇത് എന്തിനും അഡ്ജസ്റ്റന്റ് ആയിട്ടാണ്? ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മുടെ കോസ്റ്റൽ തീരപ്രദേശവുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിക്കും. നമ്മളുടെ എംപ്ലോയ്മെന്റ് ഡൈവേഴ്സിറ്റി ഇൻ കേരള അല്ലെ. എന്താണ് കേരളത്തിലെ തൊഴിൽ വൈവിധ്യങ്ങൾ? അപ്പൊ ലോ ലാൻഡില്, അതേപോലെ മിഡ് ലാൻഡില്, ഹൈ ലാൻഡിലൊക്കെ ചെയ്യുന്ന ജോലികൾ, കാർഷിക മേഖലയിൽ ചെയ്യുന്നവരുടെ ജോലികൾ ഏതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ലോ ലാൻഡില് ഫിഷിങ്, കോക്കനട്ട് കൾട്ടിവേഷൻ ഒക്കെ വരുന്നുണ്ട്. മിഡ് ലാൻഡ് ആണെങ്കിൽ റബ്ബർ ടാപ്പിംഗ്, നെൽകൃഷിയൊക്കെയാണ് വരുന്നത്. ഹൈ ലാൻഡ്, മലനാടിൽ നമുക്ക് എന്ത് കാണാം? പ്ലാന്റേഷന്, ടീ, കോഫി, സ്പൈസസ് അല്ലെ, തേയില, കാപ്പി, സുഗന്ധ വ്യഞ്ജനങ്ങൾ പോലുള്ള നാണ്യ വിളകളൊക്കെയാണ് അവിടെ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പൊ ഇതുകൂടെ പഠിച്ചാലേ സംഗതി സെറ്റാണ്. എന്തായാലും ഈ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി ചോദിക്കുക സോയിൽ കൺസർവേഷൻ മെഷേഴ്സ് ആണ് അല്ലെ. യെസ്, നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാനുള്ള മെഷേഴ്സ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ് പറയാം? കണ്ടൽ കാടുകള്, പിന്നെ നമുക്ക് പറയാം ജിയോ ടെക്സ്റ്റൈൽസ്, ടെറസ് ഫാമിംഗ്, സ്റ്റോൾ വാൺ ഫെൻസ് അല്ലെ, കല്ലു കയ്യാല ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് മരങ്ങൾ നടല്, അവോയ്ഡിങ് ഡീഫോറസ്റ്റിംഗ്, വനനശീകരണം ഒഴിവാക്കല്, അവോയ്ഡ് ഓവർ ഗ്രേസിംഗ്, അമിതമായി മേയുന്നത് ഒഴിവാക്കുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടെ പഠിച്ചാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. മലനാടിന്റെ ഏതെങ്കിലും 2 സ്പെഷ്യാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.